നമസ്കാരം, ആർ ടി മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ മുൻപ് ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ചയാണെന്ന് പറയാം. അതായത് എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. കുറേ പേർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എത്തുമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്കറിയാം, എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ ഏതൊക്കെ തരം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഗവൺമെൻറ് കോളേജ്, സെൽഫ് ഫൈനാൻസിങ് കോളേജ്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ, മറ്റ് കോളേജുകളെ കുറിച്ചുള്ള മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് ആദ്യമേ പറയട്ടെ. കേരളത്തിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം, കീം എൻട്രൻസ് എക്സാമും കഴിഞ്ഞ് റിസൾട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ എൻ്റെ റാങ്ക് വെച്ച് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നറിയേണ്ടത്, കേരളത്തിൽ എത്ര സീറ്റുകൾ അവൈലബിൾ ആണ് എന്നതിനെക്കുറിച്ച് ആദ്യമേ ഒരു ധാരണ ഉണ്ടാക്കണം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് 9 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അതിൽ എത്ര സീറ്റുകളുണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. എങ്കിലേ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ നമുക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ എത്താൻ കഴിയുള്ളൂ. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ആകെയുള്ളത് 4050 സീറ്റുകളാണ് എന്നുള്ളതാണ് ആദ്യമേ നിങ്ങൾ അറിയേണ്ടത്. 4050 സീറ്റുകളാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ലഭ്യമായിട്ടുള്ളത്. ഓരോ എഞ്ചിനീയറിംഗ് കോളേജ് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ CET-യിൽ, തിരുവനന്തപുരത്ത് CET-യിലും ബാർട്ടൺ ഹില്ലുമായി തിരുവനന്തപുരത്ത് 1120 സീറ്റുകളുണ്ട്. അതുപോലെ തൃശ്ശൂർ 820 സീറ്റ്, പാലക്കാട് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ 360 സീറ്റ്, കോട്ടയം RIT-യിൽ 430 സീറ്റ്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ 330 സീറ്റ്, കോഴിക്കോട് ഗവൺമെൻറ് വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ 360 സീറ്റ്, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ 300 സീറ്റ്, വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ 330 സീറ്റ്. അങ്ങനെ 4050 സീറ്റുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അത് ഗവൺമെൻറ് സെക്ടറിൽ മാത്രമാണ്. ഇനി എയ്ഡഡ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഗവൺമെൻറ് എയ്ഡഡ് സെക്ടറിലായ 3 എഞ്ചിനീയറിംഗ് കോളേജുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നു. അതായത് NSS കോളേജ്, MA കോളേജ് കോതമംഗലം, NSS കോളേജ് പാലക്കാട്, അതുപോലെ TKM കോളേജ് കൊല്ലം, അത് ഓട്ടോണമസ് ആണെന്ന് ഞാൻ പറഞ്ഞത്. NSS കോളേജിൽ 660 സീറ്റുകളുണ്ട്. അതുപോലെ MA കോളേജിലും 660 സീറ്റ്, MA കോളേജ് കോതമംഗലത്തും 660 സീറ്റുകളാണുള്ളത്. TKM കോളേജിൽ 920 സീറ്റുകളുണ്ട്. അങ്ങനെ ടോട്ടൽ എയ്ഡഡ് കോളേജിൽ 2240 സീറ്റുകൾ അവൈലബിൾ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഗവൺമെൻറ് കോളേജും എയ്ഡഡ് കോളേജും കൂടി നോക്കുമ്പോൾ 6290 സീറ്റുകളാണ് ഗവൺമെൻറ് സെക്ടറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മനസ്സിലാക്കുക, നിങ്ങളുടെ റാങ്ക് ഹൈ ആണെങ്കിൽ സംവരണവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു ധാരണയിലേക്ക് എത്താൻ ഈ സീറ്റുകളുടെ എണ്ണം നിങ്ങളെ സഹായിക്കും. പിന്നെ അടുത്ത വിഭാഗമുള്ള ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളാണ്. അത് 22 ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമാക്കിയതാണ്. IHRDയുടെ കോളേജുകൾ, കേപ്പിൻ്റെ കോളേജുകൾ, LBSൻ്റെ കോളേജ്, SCT, CEC, സെൻറ്റർ ഫോർ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ, CPASൻ്റെ കോളേജുകൾ, പിന്നെ യൂണിവേഴ്സിറ്റികൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റിയും കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ. കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെൽഫ് ഫൈനാൻസിങ് തന്നെയാണ്. IHRDയുടെ കോളേജുകൾ 9 കോളേജുകൾ, അതിൽ 2760 സീറ്റുകൾ അവൈലബിൾ ആണ് IHRDയുടെ കോളേജുകളിൽ. കേപ്പിൻ്റെയും അതുപോലെ 9 കോളേജുകളുണ്ട്, 2790 സീറ്റുകൾ അവൈലബിൾ ആണ്. LBSൻ്റെ 2 കോളേജുകളുമായി തിരുവനന്തപുരത്തും കാസർഗോഡും, തിരുവനന്തപുരത്തുള്ള വനിതാ എഞ്ചിനീയറിംഗ് കോളേജാണ്, കാസർഗോഡുമുള്ള കോളേജുകളായി 900 സീറ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ SCT, KSRTCയുടെ കീഴിലുള്ള പാപ്പനംകോട്, തിരുവനന്തപുരം പാപ്പനംകോടുള്ള SCT കോളേജിൽ 546 സീറ്റുകളുണ്ട്. CPASൻ്റെ കീഴിൽ 360, CC, സെൻറ്റർ ഫോർ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ, അത് ഇടുക്കി മൂന്നാറിലുള്ള കോളേജിൽ 180 സീറ്റ്. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള സെൽഫ് ഫൈനാൻസിങ് കോഴ്സിന് കോളേജിൽ 250 സീറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള തേഞ്ഞിപ്പലത്തുള്ള മലപ്പുറത്ത് ഉള്ള കോളേജിൽ 270 സീറ്റ്. അങ്ങനെ 8056 സീറ്റുകൾ അവിടെയും ലഭ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലാകെ ഇത്തരം സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ 14346, 14400ഓളം സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റാങ്ക് അനുസരിച്ച് എവിടെ അഡ്മിഷൻ കിട്ടും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സെൽഫ് ഫൈനാൻസിങ് കോളേജ്, നല്ല ക്വാളിറ്റിയുള്ള സെൽഫ് ഫൈനാൻസിങ് കോളേജുകളും ഉണ്ട് കേട്ടോ. അതും പരിഗണിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ 100ഓളം സെൽഫ് ഫൈനാൻസിങ് കോളേജുകളും ഉണ്ട്. അത്തരം കാര്യങ്ങൾ, ഈ സീറ്റുകൾ നമ്മുടെ റാങ്ക് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെ അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയും. ഇനി അവിടുത്തെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഫീസ് എത്ര വരും, അതാണ് കൂടുതൽ പേർക്കും അറിയേണ്ടുന്ന ഒരു സംശയം. ഫീസ് എത്രയാണ് വരുന്നത്? ഗവൺമെൻറ് കോളേജുകളിൽ താരതമ്യേന കുറഞ്ഞ ഫീസാണുള്ളത്. ഗവൺമെൻറ് സീറ്റുകളിൽ നിന്ന് നേരത്തെ പറഞ്ഞ 9 ഗവൺമെൻറ് സീറ്റുകളിലും ഗവൺമെൻറ് കോളേജിലെ സീറ്റുകളിലുമുള്ള ഫീസ് വരുമ്പോൾ 10,000 രൂപയിൽ താഴെ, 8,000 മുതൽ 10,000 രൂപ വരെ ആയിരിക്കും അവിടുത്തെ ഫീസ് വരുന്നത്.
മറ്റ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ്ങിൽ കോളേജുകളിൽ കുറച്ചുകൂടി അധികം ഫീസുകൾ വരും. അത് പല കോളേജും അനുസരിച്ചും കോഴ്സ് അനുസരിച്ചും വേരി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഫീസിൽ നിന്ന് ചില കോളേജുകൾ 5% വരെ വർധനവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മെറിറ്റ് സീറ്റിൽ 45,000 വാങ്ങിയത് 5% കൂട്ടി 47 സംതിങ് അങ്ങനെയുള്ള ഫീസുകളിലേക്ക് വരുന്നുണ്ട്. ഫീസിനെ കുറിച്ച് നിങ്ങൾ ധാരണ ഉണ്ടാവുകയാണ്. ഈ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ് കോഴ്സുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ലോ ഫീസും ഹൈ ഫീസും തമ്മിലുള്ള കാറ്റഗറീസ് ഉണ്ടാകും, വ്യത്യാസമുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആദ്യം ലോ ഫീസ് ആദ്യം ഓപ്ഷൻ കൊടുക്കുകയും പിന്നീട് ഹൈ ഫീസിലുള്ള കോഴ്സിലേക്കും ഒരേ കോഴ്സിൽ തന്നെ ലോ ഫീസും ഹൈ ഫീസും അത് മാനേജ്മെൻറ്റ് കൂടെ അവിടെ ഉള്ള 50% സീറ്റുകൾ മെറിറ്റ് കോട്ടയും അതായത് ലോ ഫീസിലും 50% ഹൈ ഫീസിലും അതിൽ തന്നെ NRIയും വരുന്നുണ്ട്. ഈ ഹൈ ഫീസിലുള്ള സീറ്റുകൾ എത്രയാണ്? അത് മാനേജ്മെൻറ്റ് കോട്ട മുമ്പ് അറിയപ്പെട്ടിരുന്നെങ്കിലും അത് ഹൈ ഫീസ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലെ ഹൈ ഫീസ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ രണ്ടാമത് ഓപ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മാറിപ്പോയി കഴിഞ്ഞാൽ അത് വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് വരുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ഫീസ് സ്ട്രക്ചറുകൾ. പിന്നെ കോളേജിലുള്ള PTA, യൂണിവേഴ്സിറ്റി ഫീസ്, നമ്മൾ സ്പോർട്സ് ആർട്സ്, മറ്റ് ഫീസുകൾ, അഫിലിയേഷൻ ഫീസ്, മറ്റ് ഫീസുകളൊക്കെ അതും വരും. ഇത് ഞാൻ പറഞ്ഞത് ട്യൂഷൻ ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ഫീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. കേരളത്തിലെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, എവിടെ ചേരണം എന്നുള്ളത് മനസ്സിലാക്കി, നമ്മുടെ റാങ്കിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി, ഏത് കോളേജാണെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ അഡ്മിഷൻ വളരെ സുഗമമായി നടത്താൻ കഴിയും. കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കേട്ടതെന്ന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.